ഓരോന്ന് കാണുമ്പോഴും അതൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആവശ്യം നീണ്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, നിങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു വിനോദത്തിലും ഏർപ്പെടാത്ത നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളില്ലാത്ത ഒരു ലോകത്ത് ജീവിച്ചിട്ടില്ലാത്ത ഭർത്താവ്, നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ 5ഉം 10ഉം തവണ വിളിക്കുന്ന നിങ്ങളുടെ ഭർത്താവ്, നിങ്ങൾക്ക് വീടൊരുക്കി തന്ന ഭർത്താവ്, നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തന്ന ഭർത്താവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു തന്ന ഭർത്താവ്, എങ്കിൽ നിങ്ങൾ ഓർക്കണം, ഞാൻ ഭർത്താവിനോട് പലതും ആവശ്യപ്പെടുക വഴി അദ്ദേഹത്തിന് വിഷമമുണ്ടോ, ക്ഷീണമുണ്ടോ, കടബാധ്യതയുണ്ടോ? എന്തുകൊണ്ട് 2 ദിർഹം കടബാധ്യതയുള്ള ഒരു മനുഷ്യനെ മസ്ജിദ് നബവിയിൽ കൊണ്ടുവച്ചു. പക്ഷേ ആ സ്വഹാബി 2 ദീനാർ കടബാധ്യതയുള്ള ആളായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചില്ല. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തെ പള്ളികളിൽ കൊണ്ടുപോയി വെച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമ വിസമ്മതിക്കുമാറ് നിങ്ങളുടെ ഭർത്താവിന്റെ കടബാധ്യത നിങ്ങൾ കാരണമാണെങ്കിൽ, ദൂർത്തടിച്ചത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കും ആ കുറ്റമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും.